വിദേശികളും സ്വദേശികളും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 160-ൽ പരം ജീവനെടുത്തതിന്റെ പിന്നിലുള്ള സൂത്രധാരൻ താഹൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ സുരക്ഷ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിന്റെ നാറിയ ഭരണത്തിന്റെ അനന്തരഫലമാണ് ഇത്. മുംബൈയുടെ തന്ത്രപ്രധാനമായ നരിമൻ ഹൌസ്, ഒബ്രോയ് ഹോട്ടൽ, ഛത്രപതി ശിവജി ടെർമിനൽ, കാമ ഹോസ്പിറ്റൽ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെ താജ് ഹോട്ടൽ, സെന്റ് മേരീസ് ചർച്ച്, എല്ലാ സ്ഥലത്തും ഒരേ സമയം ബോംബ് വെച്ച് തകർത്ത് കണ്ണിക്കണ്ടവരെയെല്ലാം വെടിവെച്ച് പാകിസ്ഥാനി തീവ്രവാദികൾ ഇന്ത്യൻ മണ്ണിൽ അഴിഞ്ഞാണ്. ആ ഏറ്റുമുട്ടലിൽ 15 പോലീസ് ഉദ്യോഗസ്ഥരും അതിൽ IPS ഉദ്യോഗസ്ഥനായ ഹേമന്ത് കർക്കറെയും മലയാളി കൂടിയായ NSG കമാൻഡോ സന്ദീപ് ഉണ്ണികൃഷ്ണനും രാജ്യത്തിന് നഷ്ടമായി. മറ്റൊരു കമാൻഡോ PB മനീഷ് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ഇന്ത്യക്കകത്തു നിന്നും ഒരു സഹായം കിട്ടാതെ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നടന്നു? ഇതിന്റെ പിന്നിൽ ആരൊക്കെ? റാണയുടെ കേരളത്തിലേക്കുള്ള റൂട്ട് മാപ്പ് എടുത്താൽ തെക്കൻ കേരളത്തിലെ ചിലർ മുണ്ടിൽ മൂത്രമൊഴിക്കും. മലയാള സിനിമാ നടി മുതൽ കേന്ദ്രമന്ത്രിമാർ വരെ NIA ലിസ്റ്റിലുണ്ട്. കേരളം ഞെട്ടാൻ ഇരിക്കുന്നതേയുള്ളൂ. എമ്പുരാന്റെയും തമ്പുരാന്റെയും കാലത്ത് തന്നെ താഹൂർ റാണയെ ഇവിടെ എത്തിച്ച മോദി മാരണ മാസ്.